ഇവിടെ സ്റ്റാർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ആണ്, എന്നാൽ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടു പ്രീമിയം ആണ്. കാഷ്വൽ ഡ്രസ്സസ്, പിന്നെ കോഡ് സെറ്റ്, കാഷ്വൽ നമ്മുടെ സമ്മർ ഔട്ട്ഫിറ്റ്സ്, കോട്ടയംകാർക്ക് കുറച്ചും കൂടെ കോട്ടൺസ് ഒക്കെയാണ് ഇഷ്ടം. കുറച്ച് സമ്മർ ഇപ്പം ഭയങ്കര ചൂടൊക്കെ എല്ലാവർക്കും ഇച്ചിരി ഈസി ബ്രീസി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ്, ഇച്ചിരി സമ്മർ വെയർ ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഈവൻ യൂണിസെക്സ് ഷർട്ട്സ് ഒക്കെ വരുന്നുണ്ട്, ലൈക്ക് ഫോർ മെൻ ആൻഡ് വിമൻ. യൂണിസെക്സ് ആണ് ഈ ഷർട്ട്സ് ഒക്കെ വരുന്നത്. ഇതൊരു ലൂസ് ഫിറ്റ് മോഡൽ. ഇപ്പം ചൂടൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ടൈറ്റ് ഒന്നും അത്രയും വേണ്ടല്ലോ. അപ്പൊ ലൂസ് ഫിറ്റ് മോഡലിൽ ഉള്ള ഒരു അൻകർക്ക മോഡൽ എന്ന് പറയും. ഈ സൈഡിലോട്ടേക്ക് വന്നിട്ട് ഒരു ടൈ വരുന്നത് അൻകർക്ക മോഡൽ. ഞാൻ ഈ ബ്രാൻഡിന്റെയാണ് ഞാൻ ഇന്ന് വിയർ ചെയ്തേക്കുന്നത്. അതെ അതെ അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു മെറ്റീരിയലും. ഈ നല്ല കളർ ഷെയ്ഡ് ആട്ടോ ഈ കിടക്കുന്ന എല്ലാം. അതെ, സാരീസിന്റെ ഒരു എൻറ്റയർ റേഞ്ച് ആണ് വരുന്നത്. ഓക്കെ ഓക്കെ. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കൊച്ചിയിലല്ല കേട്ടോ, കോട്ടയത്താണ്, എൻ്റെ നാട്ടിലാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര വല്ലാത്തൊരു ഫീലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫീലിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മൾട്ടി ബ്രാൻഡ് സ്റ്റോറിലാണ്. SOK കോട്ടയമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ SOKയുടെ ഒരു പാട്ടാണെന്ന് പറയാം അല്ലേ? അതെ അതെ അതെ. നിങ്ങൾ എത്ര പേരാണ്? ഞങ്ങൾ 3 ഫ്രണ്ട്സ് ആണ്. സോ ഞങ്ങൾ ഇങ്ങനെ കോളേജിൽ വെച്ച് ഒരുമിച്ച് പഠിച്ചു. ബാംഗ്ലൂർ പ്രൈസ് കോളേജിലാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഡിസൈഡ് ചെയ്തു നമുക്ക് കുറച്ചാണെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം. അങ്ങനെ കൊറോണ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ മൾട്ടി ബ്രാൻഡ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു ഇൻ കോട്ടയം, വിച്ച് ഇസ് ദ വെരി ഫസ്റ്റ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ഇൻ കോട്ടയം. ആസ് യു കെൻ സീ ഇറ്റ് ഇസ് SOK. പേര് ഇസ് സോൾ ഓഫ് കോട്ടയം. സോ പേര് പറയുന്ന പോലെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ശാസ്ത്രി റോഡിലാണ്, വിച്ച് ഇസ് റൈറ്റ് അബൌവ് ദി അഡിഡാസ് സ്റ്റോർ. കോട്ടയത്താണ്, അതുകൊണ്ടാണ് ഈ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു പേരും വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ കൂടുതൽ നമ്മൾ ബ്ലാ അങ്ങനെ സംസാരിക്കുന്നില്ല കേട്ടോ. നമുക്ക് ആദ്യം കളക്ഷൻ കാണാം. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസ് എന്തൊക്കെ കളക്ഷൻസ് ഉള്ളത്? നമുക്ക് ഇവിടെ 50+ ബ്രാൻഡ്സ് വരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് കേറ്ററിംഗ് ടു വിമൻ ക്ലോത്തിങ്, പിന്നെ മെൻ ക്ലോത്തിങ്, മെൻ ഷർട്ട്, പിന്നെ കിഡ്സ് ഉണ്ട്, പിന്നെ ഹോം ഡെക്കോർ ഉണ്ട്. ഈവൻ നമുക്ക് ഹോം മെയ്ഡ് സിറപ്സ്, ജ്യൂസ് സിറപ്സ് ഒക്കെ ആണെങ്കിലും ഉണ്ട്. സോ ബേസിക്കലി നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ഇവിടെ വരുവാണെങ്കിൽ ദേ ഗെറ്റ് ടു ഷോപ്പ് സംതിങ്, ലൈക്ക് ഈച്ച് പേഴ്സൺ ഇൻ ദാറ്റ് ഫാമിലി ഗെറ്റ് ടു ഷോപ്പ് സംതിങ്. നോർമലി നമുക്ക് ലേഡീസിന് കിഡ്സിന് ഹോം ഡെക്കോർ ഇത്ര ഐറ്റംസേ കാണുള്ളൂ, ജെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അപ്പൊ നമ്മുടെ SOK നമ്മുടെ മൾട്ടി ബ്രാൻഡ് സ്റ്റോറിൽ ജെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഷർട്ട്സ് ഉണ്ട്, ലൈക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കൂൾ പ്രിന്റഡ് ഷർട്ട്സ് ഒക്കെ ഇല്ലേ, നമുക്ക് ബ്ലോക്ക് പ്രിന്റ്സ്, നമുക്ക് ട്രെൻഡി അങ്ങനത്തെ കുറെ ഡിഫറെന്റ് ലുക്ക് കിട്ടുന്ന ഷർട്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കളക്ഷൻ കാണാം. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? സോ ഇവിടെ വരുന്നത് നമുക്ക് കുറച്ച് ഇച്ചിരി ഒരു ഹെവി വർക്ക് ഉള്ള സാധനങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് പാർട്ടി വെയർ, ഫംഗ്ഷൻ, അങ്ങനെ പ്രീമിയം. ഇതൊക്കെ ആക്ച്വലി നമ്മൾ 1 പീസസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തുള്ളൂ. സോ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനത്തെ ആ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. കൂടുതൽ എല്ലാവരും കസ്റ്റമൈസ്ഡ് ആണ് ഫോക്കസ് ചെയ്യുക. നമ്മുടെ കറക്റ്റ് ഫിറ്റിലൊക്കെ കിട്ടുമ്പോൾ അതല്ല എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിലും നമുക്ക് കുറച്ച് സമ്മർ ഇപ്പം ഭയങ്കര ചൂടൊക്കെ എല്ലാവർക്കും ഇച്ചിരി ഈസി ബ്രീസി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ്, ഇച്ചിരി സമ്മർ വെയർ ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഈവൻ നമുക്കിപ്പോൾ ട്രെൻഡിങ് എപ്പോഴും കോഡ് സെറ്റ്സ് ഒക്കെ ആണെങ്കിലും ഉണ്ട്. നമുക്ക് അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് എല്ലാം നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇവർക്കാണെങ്കിലും യൂണിസെക്സ് ഷർട്ട്സ് ഒക്കെ വരുന്നുണ്ട്, ലൈക്ക് ഫോർ മെൻ ആൻഡ് വിമൻ. യൂണിസെക്സ് ആണ് ഈ ഷർട്ട്സ് ഒക്കെ വരുന്നത്. അപ്പൊ നമുക്കിപ്പം ലേഡീസിനാണെങ്കിൽ ഇങ്ങനെ ടൈ ഒക്കെ ചെയ്തിട്ട് ജീൻസിന്റെ ഒക്കെ കൂടെ. അതെ അതെ അതെ. അപ്പം യൂണിസെക്സ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഷർട്ട്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ 2 ബ്രാൻഡ് ഏതൊക്കെയാ വരിക? ഇത് ഫാഡ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്, പിന്നെ ഇത് ആറ്റോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. പിന്നെ ഇപ്പൊ നമുക്കിപ്പോ സെയിൽ സമ്മർ ഒക്കെ ആയിട്ട് നമുക്ക് സമ്മർ സെയിലും അങ്ങനെ ഓഫേഴ്സ് ഒക്കെയാണ് ഉണ്ട്. മിക്ക ബ്രാൻഡ്സിനും ആക്ച്വലി സെയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ജസ്റ്റ് റെഫറലിന് വേണ്ടിയിട്ടാണോ അങ്ങനെ? കുറച്ച് പീസസ് റെഫറലിന്. ഇതൊക്കെ ആണെങ്കിൽ ഇപ്പം മിക്കവർക്കും റെഡി ആയിട്ട് വന്ന് എടുക്കാം. പക്ഷെ ഭയങ്കര ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ കറക്റ്റ് സൈസ് ആവുന്നവർക്ക് കറക്റ്റ് സൈസ് ആയി, ഇല്ലെങ്കിൽ നമുക്ക് വി ഹാവ് ദി ഓപ്ഷൻ ഫോർ കസ്റ്റമൈസേഷൻ. അപ്പം യൂണിറ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ യൂണിറ്റ് നമുക്ക് ഇവിടെ ഓൾട്രേഷൻ, ബേസിക് ഓൾട്രേഷൻസ് നമ്മൾ മാക്സിമം ഇവിടെ ചെയ്ത് കൊടുക്കും. പക്ഷെ മേജർ ഓൾട്രേഷൻസ് ഒക്കെ ബ്രാൻഡ്സ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ കസ്റ്റമർ ഹാവ് നത്തിങ് ടു വറി. ദേ ക്യാൻ കം ടു ദ സ്റ്റോർ ആൻഡ് ദേ ക്യാൻ കളക്ട് ദ പ്രോഡക്റ്റ്. വേറെ ഈ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഓരോ വറിയും ഒന്നും അവർക്ക് വരുന്നില്ല. അപ്പം കസ്റ്റമർ വരികയാണെങ്കിൽ അവര് വറീഡ് ആവേണ്ട കാര്യമില്ല. ഓരോ ഏത് ബ്രാൻഡിനെയാണോ പ്രിഫർ ചെയ്യുക അവരായിരിക്കും അതിന്റെ ഓൾട്രേഷനും സ്റ്റിച്ചിങ് ഒക്കെ. ഞങ്ങൾ ബേസിക്കലി കണക്ട് ചെയ്ത് കൊടുക്കും. അവർക്ക് ഇവിടെ വന്ന് ഇട്ട് നോക്കി ഓക്കെ ആണെങ്കിൽ ദേ ക്യാൻ ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഈ ബ്രാൻഡില് സാരീസ് ഒക്കെ വരുന്നത് ഇത് മെറ സ്റ്റൈൽ മീ പ്രിറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇത് നല്ല ബനാറസി സാരി ഒക്കെ വരുന്നത്. ഇത് ഫോർ വെഡിങ് അങ്ങനത്തെ എൻഗേജ്മെന്റ് പ്രീമിയം ലുക്ക് ഒക്കെ കിട്ടാൻ ഇങ്ങനത്തെ സാരീസ് ഉണ്ട്. ഇവര് ആക്ച്വലി ഇങ്ങനെ ഇവരുടെ അടുത്ത് നമുക്ക് ഇവരുമായിട്ട് ഈ ബ്രാൻഡുമായിട്ട് വേണമെങ്കിൽ ബ്രൈഡ് ക്യാൻ ഹാവ് ദ കോൺവെർസേഷൻ ഓൾസോ. ലൈക്ക് അവർക്ക് റെഫറൻസ് കാണിക്കാം ആൻഡ് ദേ ക്യാൻ ടേക്ക് ദി അപ്പോയിന്റ്മെന്റ്.
ഓപ്ഷൻസ് ആൻഡ് ഗെറ്റ് ദ സാരി ദേ വാണ്ട്. അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഏത് ബ്രാൻഡ് നമ്മൾ പ്രിഫർ ചെയ്യുന്നു അവരായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും അല്ലേ? പിന്നെ ദിസ് ഇസ് എക്സ്ക്ലൂസീവ്ലി മെറ്റേണിറ്റി ലൈക്ക് ഫോർ ദ ഓൾ ദി ന്യൂ മോംസ്. ഭയങ്കര ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ബിക്കോസ് അത് ഇച്ചിരി ഒരു പാടാണ് ഈ ഇങ്ങനത്തെ ഡ്രസ്സസ് നമുക്ക് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെല്ലാം ഫീഡിങ് ഫ്രണ്ട്ലി ആണ് വരുന്നത്. ഈവൻ പാർട്ടി വെയറിലും നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ഓപ്ഷൻസ് വരുന്നത്. ഇതിനൊക്കെ ഹിഡൻ സിബ്സ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെയാണ് വർക്ക് കൊടുത്തേക്കുന്നത് അല്ലേ കൂടുതൽ? അതെ അതെ അതെ. ഇത് ഫുള്ളും മെറ്റേണിറ്റി. പിന്നെ ഇതിന്റെ സൈസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഇവിടെ തന്നെ മിക്കതിന്റെ സൈസസ് ഉണ്ട്. ഇൻ കേസ് ഇവിടെ ഇല്ലെങ്കിൽ വി വിൽ റൈറ്റ് അവേ കോൺടാക്ട് ദ ബ്രാൻഡ്. എന്നിട്ട് ബ്രാൻഡ് കിട്ടും. ഈ ബ്രാൻഡിന്റെ പേര് സോയി എന്നാണ്. നമ്മൾ കാറ്റഗറി തിരിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ വരുന്നവർക്ക് അവർക്ക് എന്താ നെസസിറ്റി, അവർക്ക് എന്താ വേണ്ട, അങ്ങോട്ടേക്ക് നമ്മൾ അവരെ ഡയറക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ അവരുടെ ജസ്റ്റ് സൈറ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അവർക്ക് ഇഷ്ടമുള്ളത് they can buy. അപ്പൊ ഇവിടെ സ്റ്റാർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ആണ്. എന്നാൽ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടു പ്രീമിയം ആണ്. ഡെയിലി വെയർ കുർത്തീസ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഇതൊരു ലൂം റൂട്ട് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. ഇവർക്കും ഇങ്ങനത്തെ കോഡ് സെറ്റ്സ് വരുന്നുണ്ട്. ലൈക്ക് ഓഫീസ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇല്ലേ, ഇങ്ങനെ ചെറിയ ക്രോപ്പ് ഷർട്ട് പോലെ വന്നിട്ട് പാന്റ്, പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രസ്സസ് മോഡൽ ലോങ് ഡ്രസ്സസ് ഒക്കെയാണ് ഉണ്ട്. ഇതൊക്കെ സമ്മർ വെയറിന് പറ്റിയതാ. നല്ല കളർ പാറ്റേൺസ് ഒക്കെ അവിടെ ഇരിക്കുന്നത് അല്ലേ? ലൈറ്റ് ടു അതെ അതെ, ലൈറ്റ് ഡാർക്ക് പേസ്റ്റൽ എല്ലാ ഷെയ്ഡ്സും നമുക്കുണ്ട്. ഇവിടെ സിംഗിൾ പീസ് അല്ലേ ഇത് വരിക? സിംഗിൾ പീസസ് ആണ്. പക്ഷെ ലൈക്ക് സൈസ് അപ്സ് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഡൺ. കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഇത് ഇവർക്ക് കൂടുതലും വരുന്നത് കഫ്താൻസ് ആണ് വരുന്നത്. സീപ്പ് ഇങ്ങനത്തെ ഒക്കെ അതെ അതെ അതെ. ഇത് ജസ്റ്റ് ഭയങ്കര മിനിമൽ ലുക്ക് തരുന്നത്. ബിക്കോസ് ഈ ഷോൾഡറിന്റെ അവിടെ വർക്ക്, കൈന്റെ അവിടെ വർക്ക് ഭയങ്കര ഒത്തിരി ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന വർക്ക്സ് അല്ല. മിനിമൽ ആയിട്ട് ഉള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് നല്ല പ്രീമിയം അതെ അതെ. അത് കൂടുതലും നമ്മുടെ എന്താ പറയാ സീസൺ വൈസ് വെച്ചിട്ടാണ്. അതെ അതെ. ഇപ്പം നമുക്ക് ചൂടായതുകൊണ്ട് കോട്ടൺസ് ഒക്കെ ആണെങ്കിലും ഉണ്ട്. ജസ്റ്റ് കാഷ്വൽ കോട്ടൺ കുർത്തീസ് ഒക്കെ ആണെങ്കിലും നമുക്കുണ്ട്. ഈ ബ്രാൻഡിന്റെ പേര് വരുന്നത് പാലൻക്വീൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണിത്. നമ്മുടെ ഇവിടുത്തെ ടൈമിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും? നമുക്ക് ടൈമിംഗ് വരുന്നത് മോർണിംഗ് നമ്മൾ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നത് മോർണിംഗ് 10 o'clock ആണ് വരുന്നത്. പിന്നെ ഈവനിങ് ടിൽ 7:30 ഉണ്ട്. 10 to 7:30 വരെ. സൺഡേ നമ്മൾ സീസൺ ടൈമിൽ സൺഡേ ഓപ്പൺ ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ നമ്മൾ പറയും. ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ socksstore.official. ഇൻസ്റ്റ നമ്മൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. ടൈമിംഗ് ചേഞ്ചിങ് വരും കേട്ടോ, ഓരോ സീസൺ വെച്ചിട്ടാണ് അല്ലേ? ഇതെന്ന് പറയുന്നത് ഫുൾ നമ്മുടെ ബെഡ്ഷീറ്റ്സ്, ടേബിൾ ക്ലോത്ത്, ടേബിൾ റണ്ണർ അങ്ങനത്തെയാണ് വരുന്നത്. ഇതും നമുക്ക് ഭയങ്കര സീസണിലാണ്. കാരണം ക്രിസ്മസ് ടൈം ഇവിടെ വന്നാൽ ഇത് ഫുൾ റെഡ്, ഒരു ക്രീം, ആ ഒരു ഷെയ്ഡ്. ഇവരിപ്പോ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ ആ ഒരു ഷെയ്ഡില്ല, ഒരു ബ്ലൂ ആൻഡ് ക്രീം. അത് ഓരോ ബ്രാൻഡിന് ഇഷ്ടമുള്ള പോലെ അവർ അറേഞ്ച് ചെയ്യും. അങ്ങനെ ടീം വൈസ് എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും? അങ്ങനെ അവർ സെറ്റ് ചെയ്യും. പിന്നെ അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യും. വേറെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി ബ്രാൻഡ് സ്റ്റോറിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് ആണെങ്കിലും പറ്റും. പിന്നെ അത് ഏത് ബ്രാൻഡിൽ നിന്നാണോ നിങ്ങൾ എടുക്കുക അവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. അതെ അതെ. പക്ഷെ അത് നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സ് പറയിട്ട് ആവില്ല. ബിക്കോസ് നമ്മൾ അതിന് മിഡിൽ ആയിട്ട് നിന്ന് നമ്മൾ ചെയ്ത് കൊടുക്കും. ഈ ഒരു ബ്രാൻഡിന് ആക്ച്വലി ഇങ്ങനെ കാഷ്വൽ ആയിട്ടുള്ളത് വരുന്നുണ്ട്. പക്ഷെ ഇച്ചിരി പ്രീമിയമും വരുന്നുണ്ട്. ഇങ്ങനത്തെ ഡ്രസ്സസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പം ആലിയ കട്ട് മോഡൽ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഇങ്ങനെ ഫംഗ്ഷൻ വെയർ പറ്റിയതും ഒക്കെ ഉണ്ട്. 3 പീസ് സെറ്റ് ആണോ? ഇത് ടോപ്പ് ആൻഡ് ഷോൾ വരുന്നത്. ഇനിയിപ്പോ അവർക്ക് പാന്റ് വേണമെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ബ്രാൻഡ്സ് ചെയ്ത് കൊടുക്കും. സോ പാന്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഇത് സിംഗിൾ ഒരു ഡ്രസ് മോഡലാണ് വരുന്നത്. ഈ ബ്രാൻഡിന്റെ പേര് ഇനായത്ത് എന്നാണ്. പിന്നെ മിക്കതിനും സെയിൽ ഉണ്ട്. ഇപ്പൊ ഓഫേഴ്സ് ഉണ്ട്. സമ്മർ ആയതുകൊണ്ട് ഓഫേഴ്സ് ഉണ്ട്. പിന്നെ ഇനി ഈസ്റ്റർ ആവുമ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വരും. നമുക്കൊരു 2.5 വീക്സ് കൂടുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോക്ക് ചേഞ്ച് വരും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കൂടുതലും ഇച്ചിരി ഒരു കഫ്താൻ, ഇച്ചിരി ഒരു ട്രെൻഡിങ് കഫ്താൻ അങ്ങനത്തെ ഒരു പാറ്റേൺ. അത് വേണം മിനിമൽ വർക്ക് ഉള്ളൂ. പക്ഷെ ഹാൻഡിൽ ആയതുകൊണ്ട് അത് ഇച്ചിരിയും കൂടി ഇങ്ങനെ നല്ലതായിട്ട് അതെ പാർട്ടി വെയറിന് ഉപയോഗിക്കാം. ഈവൻ ഇവർക്ക് ആണെങ്കിൽ കോട്ട് സെറ്റ്സും ഉണ്ട് കോട്ടന്റെ. ഇതൊരു ലൂസ് ഫിറ്റ് മോഡൽ. ഇപ്പം ചൂടൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ടൈറ്റ് ഒന്നും അത്രയും വേണ്ടല്ലോ. അപ്പൊ ലൂസ് ഫിറ്റ് മോഡലിൽ ഉള്ള ഇങ്ങനത്തെ കഫ്താൻ പോലത്തെ കോട്ട് സെറ്റ്സും ഉണ്ട് ഇവർക്ക്. ഈ ബ്രാൻഡിന്റെ പേര് അനം എന്നാണ്. അനം. ഈ ഡോട്ട്സ്, ഈ ബുട്ടാസും ഇപ്പൊ ഇച്ചിരി ട്രെൻഡിങ് ആണ്. അങ്ങനെയാണ് ഇവരുടെ കളക്ഷൻ വരുന്നത്. പിന്നെ ഇത് ആക്ച്വലി സ്പീക്കിംഗ് ഇവരൊരു ബ്രൈഡൽ ഗൗണ്ട് ആൾക്കാരാണ്. യു ക്യാൻ സീ ഇവിടെ.
സോ ഏത് ബ്രാൻഡാണ് വരുന്നത്? ഇതൊരു എലിസബത്ത് റോസേ എന്ന് പറഞ്ഞ ഒരു ബ്രൗൺ ബ്രൈഡൽ ആൾക്കാരാണ് വരുന്നത്. അപ്പൊ ഇവരിവിടെ ജസ്റ്റ് ഡിസ്പ്ലേ കിട്ടിക്കുന്നത്. നമുക്ക് കടയിൽ ഒരു മെയിൻ മാനിക്വിനിൽ ഇവരുടെ ഗൗൺ വെച്ചിട്ടുണ്ട്. അപ്പം ആൾക്കാർക്ക് റെഫറൽ എടുത്ത് ഇവർ കോട്ടയം ബേസ്ഡാ. സോ അവർക്ക് ഇവിടുന്ന് ലിങ്ക് കിട്ടിയാൽ ദേ ക്യാൻ ഗെറ്റ് ഇറ്റ് ഡൺ. അപ്പം കസ്റ്റമൈസ് ചെയ്യാം. അപ്പൊ അവര് ജസ്റ്റ് ഡിസ്പ്ലേക്ക് വാട്ട് ഇസ് ദർ വർക്ക് എന്ന് അറിയാൻ വേണ്ടിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ഇപ്പം ബ്രൈഡ് ടു ബീസിന് ഇവിടെ വരുവാണെങ്കിൽ ഈ ബ്രാൻഡിന്റെ ഓണറിന്റെ അടുത്ത് തന്നെ ഡയറക്റ്റ് സംസാരിച്ച് അവരുടെ ഐഡിയാസ് ഒക്കെ പറഞ്ഞ് ചെയ്യാം. ഈ ഒരു സെക്ഷനിൽ ബ്രൈഡൽ ആണല്ലേ? അതെ. അപ്പൊ ഈ ഒരു ബ്രാൻഡിൽ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രൈഡൽ ഗൗൺസ് ചെയ്യാൻ പറ്റും. ഇവർക്ക് ഇച്ചിരി ഇവരിങ്ങനെ ബനാറസി ഒക്കെ ആണെങ്കിൽ ഇച്ചിരി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ബനാറസി സാരീസ്. പക്ഷെ നമുക്ക് സാരിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് വേറെ ബ്രാൻഡ്സ് വരുന്നുണ്ട്. എക്സ്ക്ലൂസീവ് സാരി ഇത് മോർ ലൈക്ക് ഒരു കോമ്പിനേഷൻ ആണ്. കോഡ് സെറ്റും സാരി അങ്ങനെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ച് നോട്ട്സ് ആണ് വരുന്നത്. ഹാൻഡ് വർക്ക് ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പൊ ഇതൊക്കെയാണ് ഇച്ചിരിയും കൂടെ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. നൂഡിൽ സ്ട്രാപ്പിൽ വരുന്ന ഔട്ട്ഫിറ്റ്സ്. ഡ്രസ്സസിൽ ഈ വർക്ക് ഫ്രഞ്ച് നോട്ട്സ് എന്നാ പറയുന്നത്. അത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഇച്ചിരി ഇങ്ങനെ നല്ലൊരു ഇച്ചിരി ഒരു ഡ്രസ്സാണ്. ഇതിപ്പം നൂഡിൽ സ്ട്രാപ്പിൽ വരുന്ന സിംപിൾ ഔട്ട്ഫിറ്റ്. പിന്നെ ഇതിന് തന്നെ കുർത്തീസ് ഉണ്ട്. ഇപ്പം ആലിയ കട്ട് മോഡലിലുള്ള കുർത്തീസ് ഉണ്ട്, സ്ട്രെയിറ്റ് കട്ട് കുർത്തീസ് ഉണ്ട്, അങ്ങനെ എല്ലാം വരും. പക്ഷെ എവറിത്തിങ് ഇസ് ഡൺ ഇൻ ഫ്രഞ്ച് നോട്ട്സ്. ആ ഒരു പിന്നെ ഓരോ നമ്മൾ അക്സസറീസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അതെ അതെ, നല്ല പാറ്റാണ് അത്. ഈ ബ്രാൻഡിന്റെ പേര് വരുന്നത് പല്ലവി ബൈ നവീന എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. പിന്നെ ഇത് നമ്മുടെ കാഷ്വൽ വെയർ ആണ് ഇതൊക്കെ വരുന്നത്. കാഷ്വൽ ഡ്രസ്സസ്, പിന്നെ കോഡ് സെറ്റ്, കാഷ്വൽ നമ്മുടെ സമ്മർ ഔട്ട്ഫിറ്റ്സ്, കോട്ടയംകാർക്ക് കുറച്ചും കൂടെ കോട്ടൺസ് ഒക്കെയാണ് ഇഷ്ടം. അപ്പം നമ്മളും സ്റ്റോറിൽ കുറച്ചും കൂടെ മാക്സ് കോട്ടൺസ് തന്നെ, കോട്ടൺ സ്റ്റൈൽ. അതെ അതെ. പിന്നെ ഇത് ഇങ്ങനെ ബാത്ത് ടവൽസ്. ഈ ബ്രാൻഡിന്റെ പേര് ശാന്തില മോഡ് എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ലക്കസബെല്ല എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. ഹോം ഡെക്കോറാ വരുന്നത്. കുഷൻ കവേഴ്സ്. നമ്മള് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പോവാണ്, കാരണം 50+ ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡിന്റെ ഫുള്ളും പോസിബിൾ ആവില്ല. എന്തായാലും മാക്സിമം നമുക്ക് നോക്കാം. അതെ. പിന്നെ ഇവിടെ കിഡ്സിന്റെ ഡ്രസ്സസ് ഒക്കെ വരുന്നുണ്ട്, കുഞ്ഞു പിള്ളേരുടെ. അതിന്റെ അകത്തും ഇതൊക്കെ ആണെങ്കിലും ക്യൂട്ടാണല്ലോ. ന്യൂ ബോൺ ഉണ്ട്. ന്യൂ ബോണിന്റെ താഴെ ഉണ്ട്. കിഡ്സിന്റെ കളക്ഷനും ഉണ്ട് കേട്ടോ, ന്യൂ ബോൺ മുതൽ. പിന്നെ ഇത് വരുന്നത് സാരീസ് ആണോ? ഇത് ആക്ച്വലി ഷോൾസ് ആ വരുന്നത്, ഹാൻഡ് പെയിന്റഡ് ഷോൾസ്. ഇത് ഏത് ബ്രാൻഡ്? ഓറഞ്ച് കളക്ഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡ്. പിന്നെ ഈ ഒരു സെക്ഷൻ മോസ്റ്റ്ലി കിഡ്സിന്റെ ആണ്. ഇതൊരു ജംബിൾ ചെയ്താ വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇപ്പം ഈ ഒരു റാക്ക് കിഡ്സിന്റെ ആ വരുന്നത്. നമുക്ക് ഇനിഷ്യലി വന്നപ്പോ കുറച്ച് റിക്വയർമെന്റ്സ് വന്നു, കിഡ്സിന്റെ ഡ്രസ്സസ് കിട്ടാൻ പാടാണ്. അപ്പൊ ഞങ്ങൾ ഇനി അതിനു വേണ്ടി തന്നെ നോക്കി ഈ ഒരു ബ്രാൻഡ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കയറി ചെയ്തേ ഉള്ളൂ. വെരി പ്രിറ്റി. ഇതൊക്കെ സിമ്പിൾ വർക്ക് വരുന്നുള്ളൂ. കിഡ്സിനും സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റൈലിംഗ് ചെയ്യാം. ഇതും കസ്റ്റമൈസ്ഡ് അല്ല, ഇത് കസ്റ്റമൈസേഷൻ വരും, സൈസസ് ഒക്കെ വരും. ഇങ്ങനെ ചെറിയ ഹാൻഡ് എംബ്രോയിഡറിയും അങ്ങനത്തെ വർക്ക്സ് ഒക്കെ ഇങ്ങനത്തെ കിഡ്സിന്റെ ഡ്രസ്സസിലൊക്കെ വരും. ഈ ബ്രാൻഡിന്റെ പേര് വരുന്നത് ഹമ്മിങ് ബേർഡ് എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് ബ്രാൻഡ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ജയ്പൂർ പ്രിന്റ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് അൺസ്റ്റിച്ച് സെറ്റ്. ചിലർക്ക് വന്നിട്ട് ഒട്ടും സൈസ് കിട്ടുന്നില്ല, പക്ഷെ അവർക്ക് വേണം എന്തെങ്കിലും ഇപ്പൊ എടുക്കണം, വന്നില്ല എന്തെങ്കിലും എടുക്കാമല്ലോ, ഒന്നും സൈസും കിട്ടുന്നില്ല എന്നുള്ളവർക്ക് നമുക്ക് ഈ ഓപ്ഷൻസ് ഭയങ്കര നല്ലതായിരിക്കും. അൺസ്റ്റിച്ച് മെറ്റീരിയൽ. സോ ടോപ്പ്, ഷോൾ ആൻഡ് പാന്റ് അങ്ങനെ എല്ലാം വരുന്നത്. സ്ലീവ്ലെസ് ഇതൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ കാഷ്വൽ ടോപ്സ് ഒക്കെ ആണെങ്കിലും കൊച്ചിയിലെ സ്റ്റൈലൊക്കെ വെച്ചിട്ട് പറയാന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആണ്, കാരണം കോട്ടൺ സ്റ്റൈൽ ഒരു വേറൊരു ടൈപ്പ് ആണ്. അതെ അതെ അതെ. പിന്നെ ഇത് ഏത് ബ്രാൻഡ് ആയിരുന്നു? ഈ ബ്രാൻഡിന്റെ പേര് ആർന എന്നാണ്. ഇവർക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഇയറിംഗ്സ് ഒക്കെ ആണെങ്കിലും വരുന്നുണ്ട്. കൊള്ളാലോ. ഇങ്ങനത്തെ ലൂപ്സും ഫ്ലവർ അങ്ങനത്തെ ഒക്കെ ഇയറിംഗ്സ് വരുന്നുണ്ട്. അപ്പൊ ഇത് ഒന്നുകൂടി ഞാൻ തിരിച്ചു വരേണ്ടി വരും. ഓക്കെ. പിന്നെ ഈ ബ്രാൻഡിന്റെ പേര് മഴവിൽ എന്നാണ്. ഇവർക്ക് ആക്ച്വലി ഡ്രസ്സസും ഉണ്ട്, അൺസ്റ്റിച്ച്ഡ് സെറ്റും ഉണ്ട്. അൺസ്റ്റിച്ച് സെറ്റിൽ തന്നെ പാർട്ടി വെയർ കളക്ഷൻസ് ഒക്കെ ഇല്ല, അൺസ്റ്റിച്ച്ഡില് അങ്ങനത്തെ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? പിന്നെ ഈവൻ വൈറ്റ്സ് വേണ്ടവർക്ക് അങ്ങനെയും അവരുടെ കറക്റ്റ് ഫിറ്റിനും സൈസൊക്കെ അനുസരിച്ച് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ. പിന്നെ ഇവർക്ക് ഡ്രസ്സസും വരുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല ഇങ്ങനത്തെ ഡ്രസ്സിന് നമുക്ക് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യാം. കളറൊക്കെ ഇവർക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് എടുക്കാം. ഇത് ഡയബിൾ ആണോ? അത് ഇല്ല, ഇത് ഡയബിൾ അല്ല. പക്ഷെ ഇഫ് വി സേ ഈ പാറ്റേൺ വേറെ കളറിൽ വേണമെങ്കിൽ കിട്ടും, ചെയ്യാൻ പറ്റും.
നമുക്ക് ഡയബിൾ ഫാബ്രിക് ഉണ്ടോ? നമുക്ക് ഡയബിൾ ഫാബ്രിക് ഉണ്ട്. ഇത് ആക്ച്വലി ഡയബിൾ ഫാബ്രിക് ആണ്. ബെബോ ആൻഡ് മീ എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. ഇവർക്ക് ആക്ച്വലി മിക്കതും വൈറ്റ്സ് ആ വരുന്നത്. നമുക്ക് ഡൈ ചെയ്യാം. അതെ, അതിന്റെ റെഫറലൊക്കെ വെച്ചേക്കുന്നതാണ്. അതെ അതെ. അപ്പൊ മിനിമൽ വർക്ക് ഈ നെക്കിന്റെ അവിടെ അങ്ങനെ വരും. ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെമി സ്റ്റിച്ച്ഡ് ആയിട്ടാ വരുന്നത്. ഇത് കോട്ടൺസ് ആ വരുന്നത്. ബ്രാൻഡ് ടഹാന ഡിസൈൻസ്. ഇവർക്ക് കോട്ടൺസ് അല്ല, ഇതൊക്കെ നമുക്ക് നല്ല മൂവിങ് ആയിരുന്നു. ഇൻഡിഗോ ഒരു ഷെയ്ഡ്. സിംഗിൾ പീസ് സിംഗിൾ പീസ് ലോങ് ഡ്രസ് പോലെ ഇടാം. പിന്നെ കുർത്തീസ് ഒക്കെ ആണെങ്കിലും കോട്ട് സെറ്റ്, കാഷ്വൽ വെയർ, നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടണം. പിന്നെ ഇതൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇൻസ്റ്റയാണോ? നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നല്ല ആക്റ്റീവ് ആണ്. ഇൻസ്റ്റോറിൽ വരാം, അതാകുമ്പോൾ ട്രൈ ചെയ്ത് എടുത്തിട്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ആക്റ്റീവ് ആണ്. നമ്മൾ റീൽസും സ്റ്റോറീസിലൊക്കെ നമ്മൾ അപ്ഡേറ്റ്സ് കൊടുക്കും. പിന്നെ ഔട്ട്സൈഡ് ഷിപ്പിംഗ് ഉണ്ട്. നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഷിപ്പ് ടു യുവർ ഹോം ബേസിക്കലി. അപ്പം ഓൺലൈനിൽ നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ നിന്ന് നമ്മൾ വിൽ ടേക്ക് ഇറ്റ്. കൂടുതലും ഇൻസ്റ്റയാണെന്ന് തോന്നുന്നു. അതെ അതെ, ഇൻസ്റ്റാഗ്രാം ആണ്. നമ്മൾ വാട്സാപ്പിൽ നമുക്ക് ചിലര് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത് വാട്സാപ്പിലേക്ക് കണക്ട് ചെയ്തു. പക്ഷെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ കുറച്ചും കൂടെ പറയുന്നത് ഇൻസ്റ്റാഗ്രാം. അതെ അതെ. പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. അതെ അതെ അതെ. ഇത് സ്റ്റോറി വരുമോ ഓർ ഇത് നമുക്ക് ഇപ്പം ചർച്ച് വെയർ ഒക്കെ സാരീസ് ഇല്ലേ, ഇപ്പൊ ആന്റിമാർക്കൊക്കെ പള്ളിയിലൊക്കെ പോകണമെങ്കിൽ അങ്ങനത്തെ ചർച്ച് വെയർ സാരീസ് ആണ് വരുന്നത്. അഫോർഡബിൾ, വെരി അഫോർഡബിൾ റേഞ്ച് ആണ് വരുന്നത്. ഈ ബ്രാൻഡ് പേര് ട്രെൻഡി ബൊട്ടീക്ക് ആണ്. ഇവർക്ക് സാരീസും ഉണ്ട്, അൺസ്റ്റിച്ച്ഡ് സെറ്റ്സും വരുന്നുണ്ട്. അതിനകത്ത് കോട്ടൺ വരുന്നുണ്ട്. അതെ അതെ. മിനിമൽ വർക്കിലൊക്കെയാണ് വരുന്നത്. ഭയങ്കര ഹെവി ആയിട്ടല്ല, എന്നാലും ഒരു മിനിമൽ വർക്കിലാണ് വരുന്നത്. അങ്ങനെ. പിന്നെ ഇത് ഈ ബ്രാൻഡിന്റെ പേര് ബ്രിജറ്റ് ജോർജ് എന്നാണ്. ഇവരുടെ ഇപ്പൊ വെരി ന്യൂ ലോഞ്ച് ഡ്രസ് ആണ് ഇത്. ക്യൂട്ട് പ്രിന്റ്സ്. പിന്നെ ഇത് ഓൾസോ വെരി ന്യൂ ലോഞ്ച്. ഇവർ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഡ്രസ്സസ് അവൈലബിൾ ആണ്. സോ യു ക്യാൻ ഓൾസോ കണക്ട് വിത്ത് അസ്. ഈ ഡ്രസ്സസ് ഇത് കിഡ്സിന്റെ മാത്രം ബ്രാൻഡാ. ഇതൊക്കെ ഇത് വൺ ഓഫ് അവർ പ്രീമിയം ചിക്കൻ കാരിയാണ്. ചിക്കൻ കാരി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഈ ബ്രാൻഡിന്റെ പേര് വരുന്നത് ഷാലോം ത്രെഡ്സ് എന്നാണ്. ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഒരു ചിക്കൻ കാരിയാണ് വരുന്നത്. സിംഗിൾ പീസ് ടോപ്സ് കുർത്തീസ് മോഡലാണ് വരുന്നത്. ഇത് വൈറ്റ് ഒരു അൻകർക്ക മോഡൽ എന്ന് പറയും. ഈ സൈഡിലോട്ടേക്ക് വന്നിട്ട് ഒരു ടൈ വരുന്നത് അൻകർക്ക മോഡൽ. അത് നല്ല നീളം വരും. കാരണം ഇപ്പൊ എല്ലാവർക്കും നീളം വേണമല്ലോ, ഭയങ്കര നീളം വരും. അതെ 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 അതെ. ഇവർക്ക് ചിക്കൻ കറി ആണ് മെയിൻ. അതെ, മിക്ക ബ്രാൻഡിലും നമുക്ക് സെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നോക്കിയിട്ടൊക്കെ വാങ്ങാം. അതെ അതെ. ഓക്കേടാ, ഈ ബ്രാൻഡ് ഏതാ? ഇത് ആക്ച്വലി കുറച്ചും കൂടെ ന്യൂ ബോൺ ബേബീസിന്റെ സാധനങ്ങളാണ് വരുന്നത്. ലൈക്ക് ചെറിയ പിള്ളേരുടെ കെട്ടുടുപ്പ്, പിന്നെ ഈ ബർബ് ടവൽസ് ഇല്ലേ, അവരുടെ കോംബ്, അങ്ങനത്തെ ആക്സസറീസ്, ന്യൂ ബോണിന് വേണ്ടിയിട്ടുള്ള എല്ലാ. അതെ അതെ, ഭയങ്കര മിനിമൽ ടോയ്സ്, അങ്ങനത്തെ ന്യൂ ബോൺ ഔട്ട്ഫിറ്റ്സ് ആണ് കൂടുതൽ വരുന്നത്. പക്ഷെ അവർക്ക് ഫ്രോക്സും അങ്ങനത്തതും ഉണ്ട്. ഓക്കെ. ബ്രാൻഡിന്റെ പേര് ഏഞ്ചൽ ബീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ എല്ലാം എടുത്ത് ചോദിക്കുന്നത് എന്താണെന്നറിയോ? അല്ലെങ്കിൽ എന്റെ വ്യൂവേഴ്സ് ചോദിക്കും ഏത് ബ്രാൻഡിന്റെ ആണെന്നുള്ളത്. ഞാൻ എല്ലാ ബ്രാൻഡും ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കളക്ഷൻ ഏത് ബ്രാൻഡിന്റെ കമന്റ് ചെയ്യണം അല്ലേ? അതെ, കമന്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ നമ്മളും കമന്റ് ചെയ്യണം. പിന്നെ ഇത് കോട്ടൺ സെറ്റ്സ് ആ വരുന്നത്. മോസ്റ്റ്ലി നമുക്ക് പാന്റ്, ടോപ്പ്, ഷോൾ ആ ഒരു കോമ്പിനേഷനിലുള്ളതാ വരുന്നത് മിക്കതും. പിന്നെ ചിലതൊക്കെ കോട്ട് സെറ്റ് പോലെയും വരുന്നുണ്ട്. അതാകുമ്പം നമുക്ക് വേറെ തയ്പ്പിക്കാനൊന്നും പോകണ്ട. അപ്പം എല്ലാവർക്കും നേരെ വന്ന് എടുക്കുക, നെക്സ്റ്റ് ഡേ ഇടുക, കാര്യം സിമ്പിൾ. ഇത് കോട്ട് സെറ്റ് അല്ലേ? അത് കോട്ട് സെറ്റാ. നമ്മുടെ കോട്ടത്തിന്റെ സ്റ്റൈലൊക്കെ ഒരു ഡിഫറെന്റ് അല്ലേ? അതെ അതെ. ഇതും ഒരു കോട്ട് സെറ്റാ. ടോപ്പ് ആൻഡ് പാന്റ് വരും. കൊള്ളാം, ഡിഫറെന്റ് സ്റ്റിച്ചിങ് ആണത്. ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വരുന്നത്. ഈ ബ്രാൻഡിന്റെ പേര് വരുന്നത് ഫെമിന എന്നാണ് വരുന്നത്. ഇവർക്ക് കൂടുതലും കോട്ടൺ സെറ്റ്സ് ഒക്കെ വരുന്നത്, ടോപ്പ് ആൻഡ് ഷോൾ. ഇനി ഇതെന്ന് പറയുന്നത് ചിത്ര എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇവരുടെ ഭയങ്കര സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹാൻഡ് പെയിന്റഡ് ആണ്. സി ഇവിടെ ഫ്ലവർ കണ്ടോ, ഇതിന്റെ ചേച്ചി പെയിന്റ് ചെയ്യും. ഇത് ആണോ? ഇതെല്ലാം ഹാൻഡ് പെയിന്റഡ് ആണ്. സോ ഇവർക്ക് ഇങ്ങനെ ഹാൻഡ് പെയിന്റഡ് കഫ്താൻസ് വരും, പിന്നെ ടോപ്സ് വരും. ഈ മെറ്റീരിയലും ഭയങ്കര കംഫർട്ട് ആണ് കേട്ടോ, നല്ല മെറ്റീരിയൽ. ഇത് കണ്ടോ, നമുക്ക് ജീൻസിന്റെ ഒക്കെ കൂടി ഇടാൻ പറ്റുന്ന ടോപ്സ് ആണ്. അതൊരു കഫ്താൻ ടൈപ്പ് അല്ലേ? ലൂസ് ഫിറ്റ് അതിന്റെ കൂടുതലും പേസ്റ്റൽ കളേഴ്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല
ടൈപ്പ്, ഒരു വെറൈറ്റി ടൈപ്പ്, കൂടുതലും ഹാൻഡിന്റെ ആയതുകൊണ്ട്. സാരീസും ഉണ്ട് അല്ലേ? സാരീസ് ഉണ്ട്, പിന്നെ ഷോൾ മാത്രമായിട്ടും ഉണ്ട്. ഇപ്പം നമ്മളില്ലേ ഇത് സെറ്റാ വരുന്നത്, സെറ്റ് വരും. പിന്നെ ഷോൾ മാത്രമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വൈറ്റ് കളർ ടോപ്പ് ഇട്ട് വൈറ്റ് കളർ പാൻറ് ഇട്ടിട്ട് ഈ ഷോൾ ഇടുമ്പം ഷോൾ ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും, ഒരു സ്റ്റിങ്ക്ലിംഗ് ഒരു എലിമെന്റ് ആയിട്ട് നിൽക്കും. അങ്ങനെയും ഇതൊക്കെ ഹാൻഡ് പെയിന്റഡ് ആ വരുന്നത്. അപ്പൊ ഈ ബ്രാൻഡിന്റെ സ്പെഷ്യാലിറ്റി ഹാൻഡ് പെയിന്റഡ് ആണ്. ഓക്കെ. ഇത് നമുക്ക് ഈ ബ്രാൻഡിന്റെ പേര് എം ഡിസൈൻസ് എന്നാണ്. ഇതൊരു പാർട്ടി വെയറിന്റെ ആണ് മെയിൻ ആയിട്ടും വരുന്നത്. ഈ കളക്ഷൻ ഒക്കെ ആക്ച്വലി ഇത് ബ്രൊക്കേഡാ വരുന്നത്. ബ്രൊക്കേഡ് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ അകത്ത് സ്ലിപ്പും ഉണ്ട്, അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ആണെങ്കിലും ഫുൾ ഹാൻഡ് വർക്കാ വരുന്നത്. ഇതൊക്കെ ഒരു നൈസ് ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. അങ്ങനെയാണ് ഇവരുടെ ഫുൾ വർക്ക് വരുന്നത്. ഒരു പ്രീമിയം പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇവർക്കുള്ളത്. റെഡി ടു വെയർ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട്. അതെ, ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ശേഷ ആയുർവേദ എന്ന് പറഞ്ഞ ഒരു ആയുർവേദിക് ബ്രാൻഡാണ്. സോ ഇവർക്ക് നമുക്ക് ലിപ് ബാം ഉണ്ട്, പക്ഷെ എവറിത്തിങ് ആയുർവേദിക് ആണ്, അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പിന്നെ കുങ്കുമാതി തൈലം, പിന്നെ കസ്തൂരി മഞ്ഞൾ, ഇതൊക്കെ നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ ആയിട്ട് കേർഡൊക്കെ മിക്സ് ചെയ്ത് ഒക്കെ ചെയ്യാം. വലിയ വലിയ സ്റ്റാർസ് ഒക്കെ ചെയ്യുന്ന ഈ എന്താ കെമിക്കൽ ഒന്നും നമ്മുടെ വീട്ടിലത്തെ കേർഡും പ്യൂർ ആയിട്ടുള്ളതൊക്കെ നമ്മുടെ സ്കിൻ കെയർ കുറച്ചുകൂടെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു ലിപ് ബാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ കവർ ചെയ്യും. ഈ ബ്രാൻഡിന്റെ പേര് തിയാന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. സെമി പാർട്ടി വെയർ ആയിട്ട് വരും, മിനിമൽ വർക്ക്, പക്ഷെ ഭയങ്കര എലഗന്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാൻഡിന്റെയാണ് ഞാൻ ഇന്ന് വിയർ ചെയ്തേക്കുന്നത്. അതെ അതെ അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു മെറ്റീരിയലും. ഈ നല്ല കളർ ഷെയ്ഡ് ആട്ടോ ഈ കിടക്കുന്നതെല്ലാം. അതെ, പിന്നെ അത് ലൈറ്റ് ഷെയ്ഡും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതും നമുക്ക് കസ്റ്റമൈസേഷൻ പറ്റുന്നതാണ്. ഇപ്പൊ ഈ സെയിം ഡിസൈൻ വേറൊരു ഷെയ്ഡ് വേണം, നമുക്ക് ഇവിടെ സൈസ് കളർ ചാർട്ട് ഉണ്ട്. ആ കളർ ചാർട്ടിൽ നമുക്ക് കളർ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ബ്രാൻഡിനോട് പറഞ്ഞാൽ അത് കിട്ടും. അപ്പൊ ഈ കിടക്കുന്നത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്, ഏത് കളർ ഷെയ്ഡിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതെ. പിന്നെ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ചിക്കൻ കാരി തന്നെ അമാര എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ആണ്, അമാര ബൈ ആതിര. ഇത് ചിക്കൻ കാരിയാണ് വരുന്നത്. ഇതിന് കോഡ് സെറ്റ്സും വരുന്നുണ്ട്. ഇപ്പൊ ചിക്കൻ കാരിയുടെ കോഡ് സെറ്റ്സും ഇപ്പൊ ആക്ച്വലി സ്പീക്കിംഗ് ട്രെൻഡിങ് ആണ്. അപ്പം ടോപ്പ് ആൻഡ് പാന്റ് വരുന്ന പോലെ, കാണുന്നില്ലല്ലോ, ടോപ്പ് ആൻഡ് പാന്റ് വരുന്നത് പ്ലാസോ പോലെ ലൂസ് ഫിറ്റ് ആ വരുന്നത്. അപ്പം നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അതെ, നമ്മൾ ഫ്രീ ആയിരിക്കും അല്ലേ? അതെ. അതിന്റെ പല കളേഴ്സ് ഉണ്ട്. ഇത് ഭയങ്കര ഒരു അഫോർഡബിൾ ടു നോർമൽ റേഞ്ചിലോട്ടൊക്കെയാണ് ഇവരുടെ പ്രൈസിംഗ് ഒക്കെ ആണെങ്കിലും വരുന്നത് ചിക്കൻ കാരിക്കകത്ത്. ഓക്കെ. ഇതെല്ലാം നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. നമ്മൾ സ്റ്റോറീസ് ഇടുമ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നിട്ട് നമുക്ക് സൈസസ് ചെക്ക് ചെയ്ത് അതിനകത്തുനിന്ന് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ 3 പേരുമാണ് ഈ ഹാൻഡിൽ ചെയ്യുന്നത്? അതെ, ഞാനാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാം. ബാക്കി 2 പേര് ബാക്കി ഇൻസ്റ്റോറിലാണ് ഒരാൾ എപ്പോഴും വരുന്നത്. പിന്നെ മറ്റേയാള് ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് പരിപാടികൾ, പിന്നെ ബ്രാൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് തന്നെ ഒരാൾ വേണം. ഇത്രയും ബ്രാൻഡ്സ് ആയിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അതാണ് 3ാമത്തെ ആള്. ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെയാണ് കുറച്ചും കൂടെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആണ്. അതെ 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 അതെ, 3 പേരുള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. പിന്നെ ഇത് കിഡ്സിന്റെ ടോയ്സും പിന്നെ ബുക്സും കളർ അങ്ങനത്തെ കിഡ്സിന്റെ ഫൺ ആക്ടിവിറ്റീസും ബാഗ്സ്, ഇതൊക്കെ പുതിയത് വന്ന സ്റ്റോക്സ് കിഡ്സിന്റെ ബാഗ്സ്. അപ്പൊ ഒരു ഫാമിലിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ അതെല്ലാം കിട്ടും. ഈ ബ്രാൻഡിന്റെ പേര് വരുന്നത് ലിറ്റിൽ ബോക്സ് എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. ഇവർക്ക് ഇങ്ങനെ ചെറിയ ടോയ്സും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അവരെങ്ങനെ അട്രാക്ട് ചെയ്യാന്നുള്ളതാണ്. അതെ, കിഡ്സിനും നമുക്ക് ഇവിടെ സാധനമുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഓർണമെന്റ്സ് വരുന്നു. ഡ്രസ് എടുത്തിട്ട് ഒന്നും ഇല്ലാതെ വരരുതല്ലോ. അപ്പൊ നമുക്ക് ഞാൻ ഫസ്റ്റ് ഇത് ഡ്രസ് വിയർ ചെയ്തപ്പോ എന്റെ അടുത്ത് ചോദിച്ചു ഇതിൽ ഏത് അക്സസറീസ് ആണ് വേണ്ടത്, കാരണം എല്ലാം ഉണ്ടല്ലോ. അതെ അതെ, നല്ല കളക്ഷൻ ആണ് ഇതൊക്കെ. ചെറിയ ചെയിൻ മിനിമലിസ്റ്റിക് ആയിട്ട് വന്നിട്ട് ഒരു ചെറിയ പെൻഡന്റ് അല്ലെങ്കിൽ ചോക്കർ അങ്ങനത്തെ എല്ലാം ഉണ്ട് ഇവർക്ക്. ഈവൻ നമുക്ക് കമ്മലും മാലയുടെ സെറ്റ് ആയിട്ടും ഉണ്ട് ഇതിന്റെ അകത്ത്. ഓക്കെ, മിനിമൽ ആയിട്ടുള്ള ഒരു ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ സിമ്പിൾ ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ ഇവിടെ വന്നെടുക്കാം. ഓക്കെ. ഈ ബ്രാൻഡിന്റെ പേര് സിൽവർ ആൻഡ് സോൾട്ട് എന്നാണ്. ഇങ്ങനത്തെ ആക്സസറീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ചോക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹെവി ആയിട്ട് വരും. ഇപ്പൊ ഒരു പ്ലെയിൻ സാരി ഉടുത്തിട്ട് നമുക്ക് ഹെവി ചോക്കറുമായിട്ട് പെയർ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഈ ബ്രാൻഡ് ആക്ച്വലി സാരീസിന്റെ ഒരു എൻറ്റയർ റേഞ്ച് ആണ് വരുന്നത്. ഫുൾ ഒരു സാരീസ് വരുന്നത്. ചേല എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. നല്ല കളേഴ്സ്, ഇവരുടെ കളേഴ്സ് ആണെങ്കിലും മെറ്റീരിയൽ വൈസ് ആണെങ്കിലും ഭയങ്കര നല്ല. ഇപ്പൊ ഇതൊക്കെ ആണെങ്കിൽ ഈ സ്റ്റോൺ ബീഡ് വർക്ക് ഒക്കെയാ വരുന്നത്. ഇതാണെങ്കിലും ഓർഗൻസയില് ഫ്ലോറൽ വർക്കാ വരുന്നത്. ഇതിനൊക്കെ വിത്ത് ബ്ലൗസ് ഉള്ളതാണ്. സോ
ബ്ലൗസ് ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കില്ലേ? ഇല്ല, ബ്ലൗസ് മാത്രം സ്റ്റിച്ചിങ് ഇല്ല. നമുക്ക് ആക്ച്വലി ഇവിടെ സ്റ്റോറിൽ സ്റ്റിച്ചിങ് ആയിട്ടില്ല. നമുക്ക് ഓൾട്രേഷൻ ഇവിടുന്ന് എടുക്കുന്ന ഔട്ട്ഫിറ്റ്സിന് ഓൾട്രേഷൻസ് നമുക്ക് ചെയ്ത് തരും. ഓക്കെ ഓക്കെ. സ്റ്റിച്ചിങ്ങിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുമായിരിക്കും. സ്റ്റിച്ചിങ് ആക്ച്വലി ഇവിടെ കോട്ടയത്ത് കുറെ സ്റ്റിച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് കൂടുതൽ എല്ലാവരും ഓൾട്രേഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുക അല്ലേ? പിന്നെ ബ്ലൗസ് ഒക്കെ എന്താ എല്ലാവർക്കും ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളെപ്പോഴും കാണുമല്ലോ. അപ്പൊ അവരുടെ അടുത്തൊക്കെ ആയിരിക്കും നോർമലി പോകുന്നത്. പിന്നെ അവരുടേതായിട്ടുള്ള സ്റ്റൈലിംഗ്. അങ്ങനെ അപ്പൊ ഇവരുടെ ഒരു എൻറ്റയർ റേഞ്ച് ഓഫ് സാരി കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് സിമ്പിൾ ആയിട്ടുള്ളതും ഉണ്ട്, ഹെവി ആയിട്ടുള്ളതും ഉണ്ട് സാരീസ് ഒക്കെ. ഇപ്പം ഈ ആന്റിമാർക്കൊക്കെ ചെറിയ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ ഉടുക്കാൻ ഒക്കെ കൂടുതൽ ഇവിടെ നമ്മൾ ചർച്ച് പിന്നെ ബാപ്റ്റിസം അങ്ങനെ ഓരോ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോ മദർ ഇൻ ലോസ്, പിന്നെ നമ്മുടെ വെഡിങ് ടൈമിലും തീം വൈസ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പൊ കുറെ ഫംഗ്ഷൻസ് തീം വെച്ചിട്ടാണല്ലോ നടക്കുന്നത്. അപ്പൊ നമ്മൾ തീം ബേസ്ഡും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെന്താ ഇത് ആക്ച്വലി മിസ്റ്റി മൗണ്ടന്റെ ടീ, കോഫി പൗഡർ, മസാല ടീ, ഗ്രീൻ ടീ അങ്ങനത്തെ. നിങ്ങൾ കോഫി ആയിട്ട് കൊടുക്കുന്നത്, ടീ ഒന്നും കൊടുക്കുന്നില്ല, നിങ്ങൾ ഇതേ കൊടുക്കുന്നു? കാരണം ഇത്രയും ബ്രാൻഡ് ഇങ്ങനെ സംസാരിച്ച് വന്നിട്ട് ഞാൻ ടയേർഡ്, അതായത് ചോദിച്ചത്. നിങ്ങൾ ഈ പാക്കേജ് തരാം, പാക്കേജിലുണ്ട്, വീട്ടിൽ പോയി ഉണ്ടാക്കി കുടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറയാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയത്ത് റൈറ്റ് ഇൻ ദ സെന്റർ, ശാസ്ത്രി റോഡില് അഡിഡാസ് സ്റ്റോറിന്റെ റൈറ്റ് അബവ് ആണ് വരുന്നത്. ഓക്കെ, ഡീറ്റെയിൽ എല്ലാം ഞാൻ ഡെയിലി പറയുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ആഡ് ചെയ്തേക്കാം. ഇൻസ്റ്റ ഫോളോ ചെയ്യാം. നമ്മൾ ഓൺലൈൻ ത്രൂ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ടൈമിംഗ് മോർണിംഗ് 10 to ഈവനിങ് 7:30 ആണ് വരുന്നത്. നമ്മുടെ ഇൻസ്റ്റ ID വരുന്നത് sockstore.official ആണ്. അവിടെയാണ് നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ്. സോ അവിടെ DMs ആൻഡ് എവറിത്തിങ് വിൽ ബി ആൻസർഡ്. സോ അവിടെ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്താൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇനിയൊന്നും ഞാൻ എല്ലാം കണ്ടോ, പർച്ചേസ് ചെയ്തോ. അതെ അതെ. അപ്പോൾ ഓൺലൈൻ ത്രൂ ചെയ്യാം. പിന്നെ കൂടുതലും ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കളക്ഷനും റിയൽ എക്സ്പീരിയൻസസ് എല്ലാം ചെയ്യാൻ പറ്റും, ട്രയൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ കറക്റ്റ് ഫിറ്റും നമുക്കെല്ലാം മനസ്സിലാവും. പിന്നെ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.